കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് 985 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തിച്ചേരുമെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിരുന്നവർക്ക് തൊഴിലുറപ്പ് ദിനങ്ങൾക്കുള്ള വേതനം ലഭിച്ചിരുന്നില്ല. കേരളത്തിന് കേന്ദ്രം 6 കോടി തൊഴിൽ ദിനങ്ങളാണ് അനുവദിച്ചിരുന്നതെങ്കിലും കഴിഞ്ഞ മാർച്ച് 30 വരെ 3 കോടിയോളം അധിക തൊഴിൽ ദിനങ്ങളും കേരളം പൂർത്തിയാക്കിയിരുന്നു. കേന്ദ്രം അനുവദിച്ച 6 കോടി തൊഴിൽ ദിനങ്ങൾ ഡിസംബറോടെ പൂർത്തിയായിരുന്നു. അധികമായി പൂർത്തിയാക്കിയ 3 കോടി തൊഴിൽ ദിനങ്ങളുടെ വേതനമായി 985 കോടി രൂപ ഇന്നലെ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയുണ്ടായി. കേന്ദ്രം ഇതുവരെ തുക അനുവദിക്കാതിരുന്നതുകൊണ്ടാണ് 5 മാസത്തോളമായി സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം മുടങ്ങിയിരുന്നത്. ഇന്നലെ കേന്ദ്ര സർക്കാർ 985 കോടി രൂപ അനുവദിച്ചതോടെ ഈ ആഴ്ച തന്നെ തൊഴിലുറപ്പ് വേതന കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നതാണ്. കുടിശ്ശിക ഫണ്ട് കൂടാതെ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് പദ്ധതികളുടെ വേതനം നൽകുന്നതിൻ്റെ ആദ്യ ഗഡുവായി 96 കോടി 83 ലക്ഷം രൂപയും കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം കേരളത്തിന് അനുമതി നൽകിയിട്ടുള്ളത് 5 കോടി തൊഴിൽ ദിനങ്ങളാണ്. ഇത് മുൻ വർഷത്തെ ആദ്യ തൊഴിൽ ബജറ്റിനേക്കാൾ 1 കോടി കുറവാണ്. വേതന വിതരണം വൈകുന്ന സാഹചര്യത്തിലും മറ്റും കേരളത്തിലെ തൊഴിലാളികളിൽ 1 ലക്ഷത്തോളം പേർ ജോലിക്ക് ഹാജരാകുന്നില്ല. എന്നാൽ ഈ ആഴ്ച മുതൽ തൊഴിലുറപ്പ് കുടിശ്ശിക വിതരണം നടക്കുന്നതോടെ സംസ്ഥാനത്ത് വീണ്ടും തൊഴിലുറപ്പ് ജോലികൾ സജീവമാകുന്നതാണ്. അതിനിടെ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള വേതനം 346 രൂപയിൽ നിന്നും 369 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഏപ്രിൽ മാസം 1-ാം തീയതി മുതലാണ് പുതിയ കൂലി നിലവിൽ വന്നത്. തൊഴിലുറപ്പ് കൂലി മിനിമം 400 രൂപ ആക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ നിലവിലെ 100 എന്നതിൽ നിന്നും 150 ദിവസമാക്കണമെന്നും പാർലമെൻ്ററി കാര്യ സമിതി കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. സർക്കാർ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ഉണ്ടായാൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് അത് വലിയൊരു ആശ്വാസമാകും. ഇതുപോലെ എല്ലാവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.